നമ്മളിന്നൊരു ചക്കക്കുരു തോരനാണ് വെക്കാൻ പോകുന്നത്. ഞാൻ അതിനു വേണ്ടി ഇത് ചക്കക്കുരുവിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതാക്കി അരിഞ്ഞ് എടുക്കണം. അപ്പം ഞാനത് അരിഞ്ഞ് കൊണ്ടുവരാം. ഇത് നമ്മളൊരു ചക്കക്കുരു തോരനാണ് വെക്കാൻ പോകുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ചക്കക്കുരു തോരൻ വെക്കാനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം വയ്ക്കാം. ഇതിന് വേവ് കുറവാണ്, പെട്ടെന്ന് വേവും. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇതിന് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടൂല കേട്ടോ, വെള്ള കളറിലായിരിക്കും ഉള്ളത്. നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പകുതി വേകാകുമ്പോഴാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് വെന്തു. ചെറുള്ളി, ഇഞ്ചി അരിഞ്ഞത്, കാന്താരി, തേങ്ങ, രണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കില്ല കേട്ടോ. ഇഞ്ചിയും ചെറുള്ളിയും നന്നായിട്ട് ചേർക്കണം. തേങ്ങ നമ്മളിത് മൊത്തം ഇളക്കി വെച്ച് കഴിഞ്ഞ് ഈ അരപ്പൊന്ന് വേവണം. അപ്പം നമുക്ക് ഇനി അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ കറി എന്തായി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറി ഇവിടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിനെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.